ചായയുടെ കൂടെ തന്നെ ഒരു തേങ്ങയില്ല മാങ്ങയില്ല. ഈ ഉമ്മത്ത് നിന്ന് അനങ്ങാതിരിക്കുന്ന എന്തേലുമൊക്കെ പറഞ്ഞ് ഇളക്കാം. ചിലപ്പോൾ എന്തെങ്കിലും ഉണ്ടാക്കിയാല. ഉമ്മ അന്നുണ്ടാക്കിയ പക്കാവടയുടെ ടേസ്റ്റ് അത് കൊള്ളായിരുന്നാ? കുറേ നാളായില്ലേ നമ്മൾ ഉണ്ടാക്കിയിട്ട്? ഇഷ്ടപ്പെട്ടായിരുന്നാ? ഉമ്മ സത്യം സൂപ്പറായിരുന്നു. നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കിയല്ല. അതിന് പാടൊന്നുമില്ല, വേണമെങ്കിൽ ഉണ്ടാക്കാം. അപ്പം നമ്മൾ കട്ടൻ ചായ ഇട്ട് കുടിക്കുകയും ചെയ്യാം. ഓക്കെ, മിഷൻ സക്സസ്. മനസ്സ് മാറുന്നതിന് മുമ്പേ പോയി ഹെൽപ്പ് ചെയ്യാം. എല്ലാ സാധനവും ഉണ്ടല്ലോ. അരിപ്പൊടി അതെല്ലാം ഉണ്ട്. നിന്റെ ആഗ്രഹം പോലെ തന്നെ ഇവിടെ എല്ലാം ഉണ്ടായിരുന്നു. എനിക്ക് ആഗ്രഹമൊന്നും ഇല്ലായിരുന്നു. പക്കാവട തിന്നണമെന്നൊരാഗ്രഹം ഇനി കൂടെ കൂടെ പറയാറുണ്ട്. പണ്ടുണ്ടാക്കിയ പക്കാവട എത്ര ഉണ്ടാക്കി തമ്മ ഉണ്ടാക്കിട്ടേ എനിക്കറിയാം. ഇപ്പം നമുക്ക് പക്കാവട ഉണ്ടാക്കാം. അതിനായിട്ട് ഇതാ കടലമാവ്. ഞാൻ 1 ഗ്ലാസ് മാവ് എടുക്കുകയാണ്. എൻ്റെ മോന് മാത്രം ഇവിടെ ഇല്ല. എനിക്ക് ഭയങ്കര ടെൻഷനുണ്ട്. ഇക്ക വരുമ്പോൾ ഉണ്ടാക്കാം. എൻ്റെ കൊച്ചിന് ഞാൻ ഇതുവരെ ഉണ്ടാക്കി കൊടുത്തത്. പക്ഷേ ഞാൻ ഈ ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ കഴിക്കാതെ പറ്റൂലല്ലോ. ഉണ്ടാക്കും കഴിക്കും. അപ്പോഴെനിക്ക് അവൻ്റെ ഓർമ്മ എനിക്കുണ്ട്. കൊച്ചിൻ്റെ ഓർമ്മ. കുഴപ്പമില്ല, അവൻ വരുമ്പോൾ ഉണ്ടായിക്കൊള്ളു. അപ്പം ഇതാ ഞാൻ കടലമാവ് ഒരു പൊക്കമുള്ള ഗ്ലാസ്സിലാണ്. ഇതാ 1 ഗ്ലാസ് മാവ് മതിയാവും. മതിയാവൂല്ലേ? അരിപ്പൊടിയും കൂടെ അരിപ്പൊടി ഇതേപോലെ ചേർക്കോ? അരിപ്പൊടി ചേർക്കും. 1 ഗ്ലാസ് ചേർക്കും. അപ്പം മതിയാവൂലേ? ഒരുപാട് കാണൂലേ അമ്മ? ഒരുപാട് കാണും. ഒരുപാട് 1 ഗ്ലാസ് ഇത്ര ഇരിക്കട്ടെ. ഇത് പെരുവി വരും ഈ മാവേ, അരിമാവ്. അപ്പം ഞാൻ പകുതി അരിമാവാണ് ചേർക്കണത്. പകുതിയല്ല, അതുപോലെ സമം അരിമാവും ചേർത്തിട്ട് ഇനി ഒരു ശകലം കളറിന് വേണ്ടി ഞാൻ കളർ പൊടിയാണ് ചേർക്കുന്നത്. അപ്പം അത് ഒന്ന് ഇതാക്കി കൊടുക്കാം. മോൻ ചൊവ്വാഴ്ച വരും. അപ്പം മോന് വെച്ചിരുന്ന് കൊടുക്കാൻ വേണ്ടി ബാക്കിയുള്ള മാവെല്ലാം തട്ടിയിട്ട്. അതെ, എനിക്കെല്ലാം അതുകൊണ്ട് ഇരിക്കുമെന്തോ ഞാൻ ഗ്യാരണ്ടി പറയാം. അല്ല, ഞാൻ ഒളിച്ചെന്നെ എൻ്റെ വയറിനകത്തോണ്ട് വെക്കാറില്ലേ. പണ്ട് ഉമ്മ പറയുന്നത് ഈ മക്കളെക്കാണ്ട് ഒരു സാധനം വെക്കാൻ പറ്റില്ല വീട്ടിൽ, വയറിനകത്തോണ്ട് വെക്കും പണ്ടുള്ളവർ. അപ്പം ഗൈസ്, ഞാനപ്പം മഞ്ഞൾ കളർ പൊടി ചേർത്തിട്ടുണ്ട്. ഇനിതാ മുളക് പൊടി. കാശ്മീരി മുളകൊന്നും അല്ല, അല്ലാതെ തന്നെ നല്ല കളറാണ്. അല്ലാത്ത മുളകാണ്. എരി വേണമല്ലോ. എരി പക്കാവടയ്ക്ക്. പക്കാവട എന്നാണ് ഇവിടെയൊക്കെ എല്ലായിടത്തും തരുന്ന പക്കോട. മറ്റേ സമോസ പോലെ ഇരിക്കുന്ന ഒരു സാധനമാണ്. അപ്പൊ എന്തൊക്കെയോ പേരുകൾ ഇതിന്, കുറെ പേര്. കൊക്കുവട അല്ലേ? കൊക്കുവട. ഇവിടെ തിരുവനന്തപുരത്ത് സ്റ്റൈലാണെന്ന് എല്ലാവർക്കും അറിയാം. സംസാരം കേൾക്കുമ്പോൾ എന്തരപ്പീ അപ്പി പറയൂല, എന്തൊരു എന്തരപ്പീന്ന് വിളിക്കണവരും ഉണ്ട്. എന്താര് ഇങ്ങോട്ട് വാ, ഇട്ട് വാ, എന്താര് ഇതാ. അപ്പൊ ഞാൻ ഇതിന് 2 സ്പൂൺ എടുത്ത് എന്നിട്ട് ഇതാ കുറച്ചുകൂടെ എടുക്കുകയാണ്. എരി കാണൂ? എനിക്കറിഞ്ഞൂടാ. അന്നെ എവർക്ക് ഈ പക്കാവടയ്ക്ക് നല്ല എരി വേണം. അന്നുണ്ടാക്കിയത് ഞാൻ നല്ല എരി ഇട്ട് കളറുണ്ട്, ഇത് മതി. ഇനി ഇതിൽ ചേർക്കാൻ പോകുന്നത് ഇതാ പെരിഞ്ചീരകം. ഞാൻ എല്ലാം കൂടി നല്ല ഭസ്മ കണക്ക് പൊടിച്ച് വെച്ചതാണ്. അപ്പം അതും കൂടെ അതിലോട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ഉപ്പ്. ഉപ്പിട്ട് കൊടുത്ത് ഇനി എന്ത് ചെയ്യാം? ഇനി സൺഫ്ലവർ ഓയിൽ. ഒരു മയം കിട്ടും, അതിന് വേണ്ടിയിട്ടാണ്. അതിന് സൺഫ്ലവർ ഓയിലാണ്. 1 സ്പൂൺ ഒഴിച്ച് കൊടുക്കുകയാണ്. പിന്നെ അതിന് ശേഷം ഞാൻ 1 സ്പൂൺ എടുക്കട്ടെ. അപ്പം ഞാൻ ഇതിൽ ഈ വെള്ളം എന്താണെന്ന് വെച്ചാൽ, പിന്നെ വെളുത്തുള്ളി, ഞാനൊരു 3 വലിയ ഇതൾ വെളുത്തുള്ളി, ഞാനൊരു പച്ചമുളക് ചേർക്കാറുണ്ട്. ആ പച്ചമുളകും വെളുത്തുള്ളിയും ഒരു 3 കഷ്ണം ഉള്ളിയും കൂടെ ചേർത്ത് ചതച്ച് അരിച്ച് അതിൻ്റെ ചാറെടുത്ത് വെച്ചിരിക്കുകയാണ്. ഇതാണ്ട. അപ്പോൾ അതും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം എല്ലാം കൂടി ഒന്ന്, ഇതിപ്പോൾ കുറേ വരുമല്ല, കുറേ നേരം ഞാൻ നിൽക്കണം കേട്ടോ. ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൈ കൊണ്ട് നന്നായി കുഴച്ചെടുക്കാം. ഇതാദ്യം ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം.
എന്നാൽ മാവ് കഴിച്ചാണ് എനിക്ക് തുമ്മൽ വരും. ഒരൈറ്റം കൂടിയുണ്ട്, കായപ്പൊടി. നമ്മളെ കായപ്പൊടി ഇല്ലാതെ എന്തോന്ന് കളി. ഇതാണ് പ്രധാന ഐറ്റം. എന്തിനാണ് കായപ്പൊടി ഇടുന്നത്? കായപ്പൊടിയാണ് ഇതിന്. കായപ്പൊടി ഇത് പക്കാവടക്കൊക്കെ ചേർക്കും, നല്ല മണവും അതിന് ഒരിതാണ് വേണ്ടിയിട്ടാണ് കായപ്പൊടി ചേർക്കുന്നത്. ഇതും കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. അപ്പം നമ്മളതുകൂടെ ചേർത്തത് കൊണ്ടേ ഒന്ന് ഇളക്കി കൊടുക്കാം. ഞാൻ ഇതെല്ലാം മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കൈ കൊണ്ട് കുറേശ്ശെ വെള്ളം ഊറ്റി കുഴച്ചെടുക്കാം. നല്ല കളറുണ്ട് കണ്ടോ? കളറുണ്ട്. ഇല്ല, ഇതിന് കളർ വേണം, എങ്കിലേ അതിനൊരു ഇതുണ്ട്, ടേസ്റ്റ് വരുള്ളൂ. ഇത് കയ്യിൽ ഇത്തിരി ഒന്ന് ഒട്ടിപ്പിടിക്കും കേട്ടോ. അപ്പോൾ അത് ലാസ്റ്റ് ആകുമ്പോൾ നമുക്ക് ഇത്തിരി ഒന്ന് ഓയിൽ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കടലമാവ് കയ്യിലെടുത്ത് ഇങ്ങനെ കുഴയ്ക്കാൻ. ഞാൻ കുഴക്കട്ടെ. പണ്ടേ നിനക്ക് വെളിയിൽ അടുപ്പിൽ തീ കത്തിക്കാനും കുറേ ചൂട്ടുമാരി കൊണ്ടിട്ട് വെളിയിൽ തീയും കത്തിച്ച് ഇതുപോലെ കിട്ടുന്ന സാധനങ്ങൾ ഞാൻ ഉരട്ടിക്ക് കിണ്ടുമ്പോൾ വാരിക്കൊണ്ട് ഓടുമായിരുന്നു. എനിക്കൊരു ഷെഡ് ഉണ്ടായിരുന്നു, നമ്മളങ്ങനെയാണ്. പാത്തുമായി ഉണ്ടായിരുന്നു കളിക്കാൻ. നല്ല കളറുണ്ട് കേട്ടോ. നമ്മൾ കുറച്ചുകൂടെ മുളക് പൊടി ഇട്ടിരുന്നെങ്കിലോ? നല്ല എരി കാണൂല, മറ്റേ കളർ പൊടിയുടെ ഇതും കറക്റ്റായിരിക്കും എരി. കുറച്ച് വെള്ളം വേണ്ടേ? വെള്ളം ചേർക്കാം. മാവൊന്നും എവിടെ പരിപാടിയില്ല. ഒരാൾ അലക്കിക്കൊണ്ടിരിക്കണം. ഇപ്പം കാണിച്ച ആ മൂവ്മെൻ്റ് ഒന്നുകൂടെ കാണിക്കും. ഹൈ ഇടിയപ്പം ഉണ്ടാക്കുമ്പോഴേ ഇങ്ങനെ ഇങ്ങനെ ഓ ഇങ്ങനെ ഇടിച്ച് ആക്കുന്ന കൊണ്ടാണ് അതിന് ഇടിയപ്പം എന്ന് പറയുന്നത്. അത് എൻ്റെ ഇതാണ്, എൻ്റെ രീതിയാണ്. എല്ലാവരും അങ്ങനെയൊന്നുമല്ല, ഞാൻ ഇങ്ങനെയൊക്കെയാണ് കാണിക്കണം. അപ്പം ഇനി നമുക്ക് ഇതിലോട്ട് ശകല എണ്ണ ഇങ്ങനെ കയ്യിൽ പുരട്ടി അതിനെ പരിവാക്കി ഉരുട്ടി വയ്ക്കാം. കയ്യിലോട്ട് ഒഴിച്ച് ഒന്ന് മയപ്പെടുത്താൻ വേണ്ടിയിട്ട്. നേരത്തെ 1 സ്പൂൺ ഒഴിച്ചത് സൺഫ്ലവർ ആയിരുന്നു കേട്ടോ. എന്താ കയ്യിലൊക്കെ ഒന്ന് ആ ഒട്ടിപ്പിടിക്കുന്നതൊക്കെ ഒന്ന് മാറി കിട്ടും. ക്ലേ കുടയ്ക്കുന്ന പോലെയുണ്ട്. നല്ല പരിപാടി കറക്റ്റായിട്ടുണ്ട്. അപ്പം ഇനി നമുക്കിത് നമ്മളെ സേവനാഴിയുടെ അച്ച് വെക്കൊന്നും വേണ്ടേ? കുറച്ച് നേരം ഇത് അച്ച് എനിക്ക് കുറച്ച് നേരം വെക്കുന്നു വേണം. ഒരു 10-15 മിനിറ്റ് വെച്ചിരിക്കണം. 20 മിനിറ്റെങ്കിലും ഇതിങ്ങനെ വെച്ചിരുന്നിട്ട് ഇപ്പോൾ ഒരു ഇതാവും. നമുക്ക് ഇച്ചിരി നേരം ഒന്ന് വെച്ച് വയ്ക്കാം. ഇത് എന്ന് പറഞ്ഞാലേ എനിക്ക് അച്ചില്ലായിരുന്നു. എൻ്റെ അച്ച് ഇടിയപ്പത്തിൻ്റെ ഒരച്ച് മാത്രമേ ഉള്ളായിരുന്നു. ഒന്ന് പെട്ടെന്നൊന്നും ഇറങ്ങിയപ്പോൾ ഒന്നും കിട്ടിയില്ല. രണ്ടാമത് പോയപ്പോൾ കിട്ടിയതാണ്. എൻ്റെ ഉണ്ണിയപ്പം ചട്ടിയെല്ലാം പോയി. എല്ലാം ഞാൻ വാങ്ങിച്ചു വെച്ചിരുന്നു, അതൊന്നുമില്ല അവിടെ പോയപ്പോൾ. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം ഞാൻ ഈ അച്ചിന് വേണ്ടി ഞാനൊരു പാത്രക്കടയിൽ പോയി. ഇവിടെ വീടിൻ്റെ ഭാഗത്തൊക്കെ ഒരുപാട് സ്ഥലത്ത് തിരക്കി കിട്ടിയില്ല. പിന്നെ ഒരു പാത്രക്കടയിൽ പോയപ്പോൾ കിട്ടി. അങ്ങനെയാണ് എനിക്ക് എൻ്റെ പക്കാവടയുടെ അച്ച് കിട്ടിയത്. ഇങ്ങനെ ഇതാ മാവെല്ലാം ഇപ്പം 20 മിനിറ്റ് ആവൂലേ ഞാൻ ഉരുട്ടി വെച്ചിട്ട്? 15 മിനിറ്റ് ഏകദേശം ആവും. 20 വേണ്ട, കുഴപ്പമില്ല. അങ്ങനെ ഇതെല്ലാം എന്താ ഇപ്പം ഞാൻ കയ്യിലൊരു ശകല ഞാൻ സൺഫ്ലവർ ഓയിൽ പുരട്ടിയെന്ന് പറഞ്ഞാൽ ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം പുരട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഇതിലോട്ടും കൂടെ കുറച്ച് പുരട്ടി കൊടുക്കാം. നമ്മുടെ സേവനാഴിയിൽ കൈ മുറിയോ. അപ്പം അതിലും കൂടെ ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പുരട്ടിയത്. അപ്പം നമുക്ക് ഇതിലോട്ട് മാവ് കുറച്ച് ഇങ്ങനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ ആയി, മാവ് നല്ല ഇതായി, നല്ല പരിഭവം ആയിട്ടുണ്ട്. എന്ത് ഇങ്ങനെ നിൽക്കണം? ഇതേ തലവേദന എടുക്കുന്നു. തലവേദന ഞാൻ ഒരു ടിന്ന് മാറ്റിക്കോ. അത് ഇന്നാണ് എന്തായിരുന്നു അമ്മ പറഞ്ഞേ, അച്ചപ്പം. അച്ചപ്പം വരുന്ന ശരി. അത് തീ കൂടി കുറച്ചിട്ട് എണ്ണ ഒഴിക്കണവരെ അപേക്ഷിച്ച് തീ കൂടിയിരിക്കട്ടെ. അച്ചപ്പം ഉണ്ടാക്കി. അത് നല്ലോണം ബക്കറ്റിൽ തോനെ ഉണ്ടായിരുന്നല്ലേ. പിന്നെയാണ് മോൻ വരണ ഇതായപ്പോഴത്തേക്ക് ഞാൻ തലേ ദിവസം എടുത്ത് മാറ്റി വെച്ച് 5-6 അപ്പം ഉമ്മ അച്ചപ്പം തീർന്നാ? നമ്മൾ തീർന്നു. പിന്നെ പിറ്റേന്ന് വെറുചായ ഇട്ട് അവന് കൊടുത്തിട്ട് ഉമ്മ വെറുതെ പറഞ്ഞല്ലേ മോന് വേണ്ടി മാറ്റി വെച്ചത് കള്ളി. അയ്യോ. അപ്പം ഇതിങ്ങനെ നിറച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം.
ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുക്കുന്നത്. ഇവിടെ ഇരുട്ടാണ്. ഇനി സിലിണ്ടർ ഇത് ഗ്യാസ് അങ്ങോട്ട് മാറ്റി വെച്ചു. അത് ഒഴിച്ചിട്ട് മതിയല്ല. അപ്പോൾ ഇനി ഇത് എണ്ണ ചൂടാവാൻ വേണ്ടി ഇത്തിരി തീ ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ മാവ് ചുറ്റിച്ചതിന് ശേഷം തീ കുറച്ചിടാം. അങ്ങനെ എണ്ണ ചൂടായിട്ടുണ്ടല്ലേ, നമുക്ക് ശകലം ഇട്ട് നോക്കണോ? എണ്ണ ചൂടായി. പിന്നെ ഇതിലേക്ക് ചുറ്റിച്ചു കൊടുക്കാം. കൈ ബലം പിടിക്കുന്ന കാര്യം വലിയ പാടാണ്. അയ്യോ, ആ ഇടത്തെ കൈക്കല്ലേ പ്രശ്നം. കുറേ ചായല്ലേ ഉള്ളാവും. വള്ളി പോലെ വരുന്നേ. ഇപ്പോൾ ഒന്നാമത് ചുറ്റിച്ചിട്ടുണ്ട്. വേണ്ട പക്കാവട. കൊള്ളാം. കൊള്ളാം. എരിയൊക്കെ ഉണ്ടല്ലോ. ഉപ്പ് കറക്റ്റും എരി കറക്റ്റും. കായത്തിൻ്റെ ചുവടൊക്കെ രണ്ടാം ട്രിപ്പ് ചുറ്റിച്ച് വിട്ടിരിക്കുകയാണ്. മറിച്ചിടാറായില്ല. പക്കാവട റെഡി ആയിട്ടുണ്ട്. പൊടിക്കുകയാണ്. ഭയങ്കരമായിട്ട് പൊടിക്കണ്ട. നല്ല കരിമുടി ഒന്ന് തിന്ന് നോക്കട്ടെ. കൊള്ളാം. അടിപൊളി ടേസ്റ്റ് എല്ലാം ഉണ്ട്. അടിപൊളിയായിട്ടുണ്ട്. ഭയങ്കര ചെറുതായിട്ട് പൊടിക്കണ്ട കേട്ടോ. അതിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ അങ്ങ് അമർത്തി കൊടുക്കാം. ഗൈസ്, അങ്ങനെ മിഷൻ സക്സസ് ആയിരിക്കുകയാണ്. മമ്മി പക്കാവട ഉണ്ടാക്കിയിരിക്കുകയാണ്. നല്ല അടിപൊളി പക്കാവട. നല്ല ടേസ്റ്റ് ഉണ്ട്. സൂപ്പറായിട്ടുണ്ട്. കരിമുര അരിയണം. മുരിഞ്ഞ് ഇപ്പം ഞാൻ ഉണ്ടാക്കിയ രീതിയിൽ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. പിന്നെ എന്നും പറയണതാണ്, ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ഓക്കെ, ബൈ.